നമസ്കാരം, ലാവോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു നാടൻ കറിയാണ് മുരിങ്ങക്കായ പച്ചമാങ്ങ കറി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുരിങ്ങാക്കായ പച്ചമാങ്ങ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മുരിങ്ങാക്കായ എടുത്തിട്ടുണ്ട്. അത് നല്ല ക്ലീനാക്കി വെച്ചതാണ്. അത് നല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ നമുക്ക് ആവശ്യം പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ ഞാൻ ഇവിടെ നല്ല പുളിയുള്ള പച്ചമാങ്ങ ആയതുകൊണ്ട് അര പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പുളി കുറഞ്ഞതാണെങ്കിൽ നമുക്ക് 1 വരെ എടുക്കാം. പിന്നെ വേണ്ട 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ, കുറച്ച് ജീരകം, അതുപോലെ 2 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിക്ക് വറവിലിടാൻ വേണ്ടിയിട്ട് 2 വറ്റൽമുളകും കടുകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. തന്നെ കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മുരിങ്ങാക്കായ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ മുരിങ്ങാക്കായ വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ മുരിങ്ങാക്കായ പകുതി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച നീളത്തിൽ അരിഞ്ഞ 2 പച്ചമുളകും പച്ചമാങ്ങയും കൂടി ചേർത്ത് അതും കൂടി വേവിക്കാൻ വെക്കാം. അങ്ങനെ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങയും ജീരകവും കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചതിന് ശേഷം ചെറിയൊരു തിള വന്നാൽ മതി. അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മളെ കറി തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം. അതൊരു ബ്രൗൺ നിറമായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മുരിങ്ങാക്കായ പച്ചമാങ്ങ കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.